അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇതൊക്കെ ആയിക്കൊണ്ട് പള്ളിയിൽ പോവാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഷാർജയിലെ പള്ളിയിലാണ് ഗായ്സ് പോകുന്നത്. ഷാർജയിലെ പള്ളിയിലാണ് പോകുന്നത്. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. പപ്പയുടെ നിൽപ്പുണ്ട്, ചേച്ചിയുടെ നിൽപ്പുണ്ട്, എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് ബാഗിനകത്ത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് മെട്രോ ഇറങ്ങി ഷാർജയിലോട്ടുള്ള ബസ്സിന് കയറാൻ പോവാണ്. ബസ് നോക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറിക്കണം. ഓക്കെ, എല്ലാവരും ഉണ്ട് ഗൈസ്. അങ്ങനെ ബസ്സിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഷാർജയിൽ ഡബിൾ ഡെക്കറാണ് ഗൈസ്. മേളിലുണ്ട്, പക്ഷെ നമ്മൾ മേളിൽ പോയില്ല, നമ്മുടെ ഈ സൈഡിൽ തന്നെ ഇരുന്നു. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ബസ് ഇറങ്ങി ടാക്സി കയറി ഗൈസ് പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ടാക്സിയിലോട്ട് കയറി. 8 रुपए तक कितने आदमी है? 40 नहीं 4 आदमी के ഷാർജയിലാണ് ഗൈസ്. 32 तो घंटे भी तो 1.5-2 घंटा खराब ही होता है. हेलो वालेकुम सलाम. നല്ലൊരു സ്ഥലമായി. ഇനി അങ്ങോട്ട് നടന്നു പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് തന്നെ പള്ളി ചെന്നിട്ട് കാണാം. പള്ളിയിലെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് സ്വരന് വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. അമ്മക്ക് ഇവിടെ ഇരിക്കാൻ സീറ്റ് ഉണ്ട് ഗൈസ്. അമ്മയ്ക്കൊന്നും കിട്ടിയില്ല. ഗൈസിന് ഉച്ചയ്ക്കാണ് ഗൈസ്. നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കഞ്ഞി പായസം അതാണ് ഈ കഞ്ഞി പായസമായിട്ട്. അതുകൊണ്ട് എനിക്ക് എങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് പപ്പട കൂട്ടുകാരെ വണ്ടിയും കൊണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു നമ്മളെ വിളിക്കാൻ. അപ്പോൾ വരും എന്ന് പറഞ്ഞ് ഒരു ചുമന്ന കാറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. തിരിക്കാൻ പോയേക്കുവാ അങ്ങോട്ട്. വരുന്നില്ലല്ലോ. ഇപ്പോൾ ഗൈസ് ചുമന്ന കാറ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി അങ്കിളിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ഇറങ്ങി അങ്കിൾ എങ്ങോട്ടോ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. വണ്ടിക്കകത്ത് കയറാൻ പോവാണ്. ഇപ്പോൾ എന്തിനാ അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഓണത്തെ പേയാണ് ഗൈസ്. ഏതൊരു കോവില് ഗൈസ്. ആദ്യത്തെ പേര് കിട്ടിയില്ല, കോവില് മാത്രമേ കിട്ടിയുള്ളൂ. പപ്പ പപ്പ എവിടോട്ടാ പോന്നെ? ഉമ്മൽകോവിൽ. നമ്മൾ ഇതുപോലൊരു മാർക്കറ്റ് ഇതുപോലെ മാർക്കറ്റ്സ് അവിടെ ഇല്ല. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. വീടുണ്ട് കണ്ടിച്ചിരിക്കുവോ ഗൈസ്. നമുക്കത് താല്പര്യമില്ല. കണ്ടു സൈറ്റ് നോക്കുന്നതാണോ? എന്തൊക്കെ വിശേഷം? ഓക്കെ തന്നെയാണോ?
എന്താ ഷാർജ ഷാർജ അല്ലല്ല നമ്മൾ കമ്പനി എന്നിട്ട് ആ പോകുന്നത് പ്രതീക്ഷ. ഓ മൈ ഗോഡ്, ഒട്ടകത്തിന്റെ കൂടാരാണ്. അതെ, ഒട്ടകം നിൽക്കുന്ന കേസ്. ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മുടെ ലിസ്റ്റ് ഇല്ലാത്തതാണ്. ഇന്ന് ഇവർക്ക് ഭയങ്കര ചിരിയ കേസ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്തോ നാളത്തെ ചിന്തയേ ഉള്ളൂ. ഈ വിശക്കൊന്നും ഇല്ലെങ്കിൽ വേറെ നമുക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. അതെ, ഫ്ലാമിംഗോ എന്താ വെച്ചാന്ന് എന്താണെന്ന് എന്നോട് ചോദിക്കണം, എനിക്കറിയത്തില്ല. ഫ്ലമിംഗോ തന്നെ ആയിരിക്കും. കൊത്തുപോകും. പിന്നെ പിന്നെ ഫുഡ് കൊടുക്കാൻ പോവാണ്. അപ്പായ അഭ്യായം കൊടുത്ത് അടുത്ത ഇതൊന്നും ചെയ്യത്തില്ല. ഓസ്ട്രിച്ചാണിത്. ഗായ്സ്, ഇവിടെ മൂന്നുകളുണ്ട്. ഗായ്സ് വരുവാ അമ്മേ. ആദ്യം ഇവിടത്തെ കണ്ടിട്ട് ഇതെന്ത് സാധനം? കഴുകനോ? എന്ത് പറയാത്? കഴുകനാന്ന് തോന്നാ കണ്ടിട്ട്. എനിക്ക് പണ്ടേ ഒക്കെ കഴുകൻ്റെ കണ്ണൊക്കെ അറിയാം. അതാ ഞാൻ അതിൻ്റെ കൂടെ ആയിരുന്നു. വാ, എന്നാണോ ഉദ്ദേശം? ഇതെന്ത് പുലി പൂച്ച പോലെ കണ്ടിട്ട്. നിന്നെ പിന്നെ നീ ജീവനോട് സിനിമ പോലെ. അത് വൈറ്റ് അല്ലേ? നീ എവിടെ ഇത് കണ്ടേ? എന്ത് ഭാര്യ, ഇതെന്തോ ഒരു സാധനം. ബാ, എന്തേലും ആയിക്കോട്ടെ. ഓസ്ട്രിച്ച് പിന്നെ നടക്കാനൊക്കെ തുടങ്ങി. അതോ നമ്മൾ നോക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്കുന്ന ഒരു സാധനത്തിനെ നിഗൂഢമായി കണ്ടെത്തിരിക്കുന്നു. ഇച്ചിരി താത്ത് പിടിയത് പുലിയും കണ്ടാന്ന് തോന്നുന്നു. ഇതിനകത്തൂടെ പോയി അതിനകത്തല്ല ജീവിക്കണ്ട, തീർന്നു. അപ്പൊ നമുക്ക് നേരെ പോവാം. അത് കിളിയാന്ന് തോന്നുന്നു അല്ലേ? ഇതിനകത്ത് എന്ത് ചെയ്ത് പൂച്ചയല്ല, എന്ത് വെള്ളമുണ്ടോ? അതെ, നിഗൂഢമായി. ഇതിനകത്തുണ്ട് കായ്. അത് മറ്റേ ഇതിനകത്ത് കയറി കിടക്കുവാണ്. ഇതൊരു കൊച്ചു കാണാൻ. എൻ്റെ തലയൊന്നും കണ്ടില്ല. ഫ്ലാമിംഗോ. ഏതിതോ? ഇത് ഫ്ലാമിംഗോ.
പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് പറഞ്ഞു. ഓ അത് വരാണ്ട് ഇതിനകത്ത് കുറെ മീനുണ്ട്. ഗപ്പിയുണ്ട്, ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കുന്ന ഇവിടെ കുറേ മീനുണ്ട്, ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ട്. ഇത് തിന്നും ഇതിനെ. ആ ഇത് തിന്നും കേട്ടാ. എന്തോ ഈ ഫ്ലമിംഗോ പിടിച്ച് തിന്നുന്ന മീനെയാ, അതിനുവേണ്ടി ഇട്ടേക്കുന്നത്. ഫോട്ടോ വെച്ചോണ്ട് നിൽക്കുകയാണ്. ഫോട്ടോ എടുക്കാം ജിബി. ആ ഇതിനകത്തും കുറേ മീനുണ്ട്. വീഡിയോ എടുക്കാണ്. ഒക്കെ എന്തൊക്കെയോ അയ്യോ പറഞ്ഞില്ല, ഞാൻ വഴി തെറ്റിപ്പോയാണ്. അയ്യോ അബിയ. അയ്യോ ഇത് നിബിയ. അല്ല അബിയ ഇരിക്കുന്നുണ്ടോന്നേ. ഇത് നിബിയാണ് അതേ ഷേപ്പില്. നിബിയ അല്ല അത് അബിയ. അത് നിബിയ കണ്ടോ അബിയ വിളിച്ചപ്പോ. ആ ജിബിയ വന്നല്ലോ. ജിബിയ എന്തെങ്കിലും ഇവിടൊക്കെ ലിബിയായുണ്ട്, അബിയായുണ്ട്, ജിബിയായുണ്ട്. ആ മൊത്തം നിഷ്കളങ്കത. അയ്യോ അബിയ മണ്ട കയറിയിരിക്കുന്ന നോക്കി. ഇതെന്ത് സാധനം? എന്തുവായാലും അബിയ കയറിയിരിക്കുവോ. അയ്യോ ഭയങ്കര കോമഡി ആയി. ഇതാണോ പരുന്ത്? മയിലും ഉണ്ട് കേട്ടാ. ഹായ് വീടിവിടത്തും പച്ചത്തെങ്ങോല. മയിലിനെ കാണാനില്ല. ആ കിട്ടി കിട്ടി. മയിൽ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരുന്നു. ആർക്കറിയാം. എന്ത് തത്ത? ഓ തറ മൊത്തം തത്തകളാണല്ലോ. എടുത്തോണ്ട് അതിന്റെ മണ്ടയ്ക്ക് ഒരു മഞ്ഞ കളറുടെ കിളി അവിടെ ആ പാറയുടെ മണ്ടയ്ക്ക്. മയിൽ അതിന്റെ നടത്തം. ഒരു മഞ്ഞ കളറിലെ കിളി. ഞാൻ വരുക. ഇങ്ങനെ പിടിക്കാൻ വന്ന അതുള്ള ഞാൻ നല്ല തട്ടിത്തെറിപ്പിച്ചെല്ലാം അവിടെ. ഞാനെന്തോ മയിലാന്ന് തോന്നുന്നല്ലോ. എന്തുവാ എന്തുവാ? ആമാ. ഇതാമയാ. മൊത്തം ആമയാണ്. ഇത് ഞാനാദ്യം എടുത്തത് കല്ലാന്ന്. സ്മൈൽ പ്ലീസ്. വലിയ പാവം ഇടഞ്ഞ നടക്കുക. ഇംഗ്ലീഷ് തന്നെ. ടോർട്ടോയ്. ലയണസ് ലയൺ. അല്ല അത് കടിച്ചു തിന്നത്. അതിനകത്തെന്താ നോക്കിട്ട് അതിനകത്ത് മയിലുണ്ടോ? ആദ്യം നമുക്ക് ഇവിടെ എവിടെ എന്തെങ്കിലും ഉണ്ടോ? വാ നമുക്കവിടെ പോയിട്ട് വരാടി. വാ
അവിടെ പോയിട്ട് എല്ലാവരും അങ്ങോട്ട് അല്ലേ ഏത് ആ ഞാൻ അടുത്തിരിക്കണം അതൊട്ടല്ലോ അതൊട്ടകമാണ് ഗൈസ്, പക്ഷേ ഇത് കുതിരയാണ്. പിന്നെ ഇവിടെ മൊത്തം കുതിരകളാണ്. ഞാൻ കൊടുത്തോ? ഞാൻ കൊടുക്കാം എന്താ സുരക്ഷ ഒന്നിങ്ങന്നേ വീഡിയോ എടുക്കേ. എൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാം. പണ്ടേ ഞാൻ കൊടുക്കുന്നതിന് ആദ്യം ഒരു ഓക്കെ, നീ കൊടുക്കുന്നൊക്കെ ആര് വീഡിയോ എടുക്കുന്നു വേണത്തിന് കൊടുത്തിട്ടൊക്കെ അതൊട്ടകവാ. ഇത് പക്ഷെ കുതിര രണ്ടും ഒരു അല്ലെങ്കിൽ നിവ്യ മേടിക്കുന്നതൊക്കെ എല്ലാ മൃഗങ്ങളും ആദ്യം കഴിക്കും. തക്കത്തിനനുസരിച്ച് നമ്മൾ ഡയലോഗ്സ് ഒക്കെ മാറ്റും. അവിടെ എല്ലാം കുതിരകളുണ്ട്. ഓടി ഇതെന്നാ സാധനം? ഇത് ഓസ്ട്രിച്ചല്ലേ? അവിടെ ഇംഗ്ലീഷും ഓസ്ട്രിച്ചാണ് ഗൈസ്. അത് മാൻ എന്തുവത് എന്ന് ചോദിക്കാം. ഇതെന്തുവാ? എനിക്ക് ബ്രൂ കപ്പ് മതി. ആഹാ, എനിക്കറിയാം. ഞാൻ പണ്ട് അങ്ങനെ എല്ലാം ഒരു പുല്ലിൻ്റെ മയം. അമ്മയുടെ കൈ ഇരിക്കുന്ന പുല്ല് എന്തി കാണുന്നില്ലല്ലോ. അമ്മയുടെ കയ്യിരിക്കുന്ന പുല്ല് കണ്ടോ? അതിൻ്റെ മയം ഇവിടെ അല്ല, തിന്നാൻ തോന്നില്ല. നിവിയുടെ അതേ ഷേപ്പ്. സാധനം പോ. ഞാൻ കൊടുക്കാം. അത് തന്നെ ഞാൻ കൊടുത്ത ഫുഡ് ആയിക്കോട്ടെ. ഇതൊന്നും കഴിക്കുന്നത് ഞാൻ കഴിച്ചു. അതുകൊണ്ട് പട്ടിണിയിലെന്നും തോന്നുന്നു. ഈ ഒന്ന് അതിന് കൊടുക്കാം, ഞാൻ അധികം കൊടുക്കും. എന്നാ തിന്നി ഒരു അപമാനം. ബാക്കി ഞാൻ എടുക്കട്ടെ. എനിക്ക് കിട്ടിയില്ല. രണ്ടു പേർക്ക് ഭക്ഷണം വേണ്ട കേട്ടോ. ഞാൻ തന്നെ കഴിക്കുന്നില്ലേ? നീ കഴിക്കണ്ടാ. അതെ, ആദ്യം നിക്ക ഇവളുടെ മക്കളെ കണ്ടു. ഇവള് കൊടുക്കാന്നിട്ട് പറയണ എൻ്റെ മക്കള് നിന്നോളാൻ. നിന്റെ ഒഴി കണ്ടാ എന്തോ വലിയ കൊമ്പള്. നമുക്ക് കൊമ്പുള്ള ജീവിന്ന് വിളിക്കാം. ഹലോ, അത്രേ ഉള്ളൂ എൻ്റെ കൈ. ഇത് ഏത് ഉരങ്ങുന്നു ഇതുപോലെ. അതുവരെ തന്നെ ഇത് കൊമ്പുള്ള ജീവി. എൻ്റെ പുല്ലുണ്ടെന്ന് വിചാരിച്ചല്ലേ വരുന്നത്. എൻ്റെ ഒന്നുമില്ല. ഓ, ഇതെന്തായിരുന്നു? ചെമ്മീൻ. ആ, ഇത് കാണാനാണ് സുന്ദരി. മാർഗം ഇങ്ങോട്ട്. ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഇതിൻ്റെ മുടി എല്ലാവരും വെട്ടിക്കളഞ്ഞു. നിന്നെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയോ? ആ, കുഞ്ഞിന് എനിക്ക് കൊടുക്കണം. നീ കൊച്ചിന് കൊടുക്കാൻ സമ്മതിക്കത്തില്ലടി. അവർ വാങ്ങിച്ചോണ്ട് പോകും. പകുതിയായിട്ട് കൂടും. എന്താ ബുദ്ധി.
കുമാരെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തീർക്കരുത് ലാസ്റ്റ് എന്നാ പിന്നെ അമ്മയ്ക്ക് അവിടെ വീട്ടിൽ പോയി തരുന്ന പറയാം. നമുക്കങ്ങ് പോവാം. അയ്യോ അമ്മ ഭയങ്കര പരിചയമുണ്ടെന്ന് തോന്നല്ലോ. കുറച്ച് പുല്ല് തടി കഷ്ണങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്നു. ഇവിടെ ഒന്നും വരെ എനിക്ക് വഴിയില്ലല്ലോ. പണി ലിബിയല്ലേ രസസവാരിക്ക് വന്നെടുക്കാം. നിന്നെ കുളിപ്പിക്കാം. വെള്ളം ലിയോപ്പാട് എവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞേക്കടി. ഫോട്ടോ എടുക്കും. ഇത് പുല്ലൊന്നും തിന്നത്തില്ല പാവങ്ങൾ. ഒന്നും കൊടുക്കാത്ത ഇതിനടിയിലൊന്നും ഉണ്ടാകും. ഓ അത് എക്സസൈസ് ഒക്കെ ചെയ്ത് നിന്നത്തേക്ക് ഞാൻ ഇവിടുന്ന് മാറിപ്പോട്ടെ. അതാരാ ഒളിഞ്ഞു നോക്കുന്നേ. ആ മറ്റേ ഇതുണ്ട് ലിയോപ്പാടും വേറെ ഉണ്ട്. കേട്ടോ വായും പൊളിച്ചു. രണ്ട് പുലിയും കൂടെ ചേർന്ന് ഇങ്ങനൊരു പേടിത്തുണ്ട്. എന്ത് പുലി? ആ പുലി പുലി ഇനി കളിക്കാനുള്ള ബോളായിരിക്കും. എവിടെ പുലി? ഇതിനകത്തൊക്കെ കാണാൻ ഭയങ്കര പടാണ്. നേരെ എടുത്തോളാം. അതിൻ്റെ ഒരു ഓട്ടം ഇതെന്ത് അടങ്ങാതിരിക്കുന്നത് ഇത്. ആ വരുന്നു വരുന്നു. നല്ല വീഡിയോ എടുക്കാറില്ലേ? സ്ലോ മോഷൻ കണ്ടപ്പോൾ ഞാൻ ചാടാൻ പോകുന്നു. ഇത് വയ്യാത്ത പുലിയ. ആ ഇതിനകത്തെന്തോ ഗുഹയ്ക്കകത്തൊക്കെ പോയേക്കുന്നു. അതിനകത്ത് ജീവിതമുണ്ട്. ഗുഹയ്ക്കകത്തൂടെ പോയി നമ്മളിങ്ങനെ പോവുകയാണ് ഗൈസ്. കുറുക്കൻ ഗൈസ്. പോയി കാട്ടിലെപ്പെട്ടി. കാട്ടിലെപ്പെട്ടിയൊക്കെ ഉണ്ടോ? ഇതെന്തു വന്നിരും? യോ കറക്റ്റ് അഭിയേ എങ്ങനെ സാധിക്കുന്നെന്ന്. ഇവിടെ ഒന്നും വന്നിട്ടുണ്ടോ? ഇതെന്തോ ചടുവേ ഇതോ അതിൻ്റെ വല്ല അമ്മ അച്ഛനും പ്രായമായപ്പോൾ വല്ലാത്ത കണ്ടുപിടിച്ചായിപ്പോ അത്. അപ്പൊ ഇതെന്തോ സിംഹം കൊട്ടോ? അമ്മ അല്ല സ്വീനി ആ അതെ കിട്ടി കിട്ടി കിട്ടി. കണ്ട കറക്റ്റ് അമ്മയുടെ മോച്ചായുണ്ട്. നല്ല സ്റ്റൈൽ ഇരിക്കുമല്ലേ? സെൻട്രിക്ക് ബീജിയമൊക്കെ ഇട്ടെടുക്കാം. പക്ഷെ ഈ കമ്പി വേണ്ടായിരുന്നു. അന്നേരം ഇച്ചിരി രസം. അതെ നല്ല രസമായിരുന്നു അന്നേരം. ലിയോപ്പാട് പായന്നെറ്റ് അത് ലിയോപ്പാടാണോ? ആണോ ആ കിടക്കുന്നേ? ആണോ അതിന്റെ കുഞ്ഞ്? എന്ത് അതിന്റെ മലയാളം എന്താ ലിയോപ്പാടിന്?
ഇതാരും നോക്കാം, അതുവരെ നമുക്കത് നോക്കാം. ഇതൊക്കെ പൊളിച്ചു വരെ ഇനി അറിയാൻ വരാണ്ടൊന്നും അല്ല. പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പോവാ. അപ്പൊക്കെ അങ്ങ് പോയി ഗൈസ്. അടുത്ത് ഇത് സീബ്ര. ഇത്രയും പുല്ലെന്തിനാ കൊടുക്കുന്ന വരെ മാംസം ഇട്ട് കൊടുത്തൂടെ? മാംസം ഇട്ട് കൊടുത്ത് അമ്മ പോയി കിടക്കുക എൻ്റെ വീട്ടിലോട്ടോ. അതിന് മലയാളം എന്തെന്നു? എടി ഇത് ലിയോപ്പാട്. മലയാളം ഒന്നും എനിക്കറിയത്തില്ല. ഇതാണ് ലിയോപ്പാട്. പിന്നെ ഇതിനെന്തുവാ നീ പറഞ്ഞു? മാതാവേ, പിന്നെ വിശന്നിരിക്കുന്ന എടി അകത്ത് കയറി ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് പൈസ വേണമെന്നറിയാം. പൈസ എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ അകത്ത് കയറി ഞാൻ ഇന്ന് ഫോട്ടോ എടുക്കാം. കൂടെ ജീവനൂടെ പോകും. ഓ അതാണോ ചോദിച്ചത്? അപ്പുറത്തിരിപ്പുണ്ട്. അതെന്തോ ഉണ്ട് വയസ്സ് കിടന്ന് ഉറക്കോ. അതെ ഈ സൈഡിലുണ്ട്. പുള്ളിപ്പുലിയാണ് കഴിച്ചത്. ഇതിനകത്തിന് എന്തുവാ? ഇതിനകത്തെന്തുവാ? അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. ജിബിയെ എന്തോ കാണിക്കാൻ പറഞ്ഞ ഫ്രണ്ടിൽ കൊണ്ടുപോകുന്നു. എന്തോ നമുക്ക് നോക്കാം. ഇന്നത്തെ എന്തെങ്കിലും ഉണ്ടോ? മുതലയോ? ഓ ഇതിനകത്തായിരുന്നു മുതലാ. അങ്ങേ മൂലയ്ക്ക് കിടപ്പുണ്ടായിരുന്നോ? ഇതിനകത്ത് അങ്ങേ മൂലയ്ക്ക് മുതല കിടപ്പുണ്ട് ഗൈസ്. നമുക്ക് ഞാൻ സൈഡിൽ പോയി നോക്കാം. കുരങ്ങ്. അഭിയ നീ ഇരിക്കുന്നു. ആ മരത്തെ മൊത്തം നീ ഇരിക്കുന്നു. എന്തോ വെള്ളത്തിലുണ്ട്. ഇതോ വെള്ളത്തിൽ കിടക്കുന്നത്. വെള്ളത്തിൽ കിടപ്പുണ്ട്. അതിനെ വെണ്ണിപ്പിക്കാൻ നോക്കുന്നു. ഇതിനകത്ത് നോക്കി. ഇതെന്തോ ഇത്? ഇതെന്തുവാണെന്ന് അറിയത്തില്ല ഗൈസ്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത്. എടേ അബി അവിടെ നീ കൊറേ കിടപ്പുണ്ട്. നീ കണ്ടായിരുന്നു അതിനെ? എന്തുവാ ഇത്? എന്തോ ഇതിന്റെ മണ്ടയ്ക്ക് അതിനോടൊക്കെ കല്ല് പോയിരുന്നു. കല്ലായിരുന്നോ? അയ്യോ എന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഫ്ലമിംഗോ.
നിനക്ക് കാണുന്ന മൊത്തം ഫ്ലമിംഗോകളാണോ? എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കും. ഇത് ഫ്ലമിംഗോ ഇല്ലേ? ഇതാണ്. മുമ്പത്തെ ഫ്ലമിംഗോ പിന്നെ കൊക്കായിരിക്കും. 4 പോലെ അതിന്റെ കാലിരിക്കുന്നുണ്ടോ? ആ ശരി ശരി, നീ പറഞ്ഞില്ല, ഞാൻ ഇന്ന് അറിയത്തില്ലായിരുന്നു. ഇതിനകത്തൂടെ എങ്ങനെ ഫോട്ടോ എടുക്കുന്നത്? അപ്പൊ നിന്നെ ഞാൻ കാണിച്ചു തരാം. എല്ലാരെയും കാണിച്ചു കൊടുക്കാം നിന്നെ. അഭിയെ കാണിക്കാം. ഹായ് കോഴി. ദേ നിബിയ, ഇത് ഞാനാ. ഇത് ഞാനാ. സമ്മതിച്ചല്ലോ. ഇത് ഞാനാ, പക്ഷെ ഇത് നീയാ. ഇത് ഞാൻ ഉറപ്പിച്ചു. ഇത് നീയാ. ഓക്കെ, അത് ഞാൻ ഉറപ്പിച്ചല്ലോ. അപ്പൊ നീ ഇതാന്ന് ഉറപ്പിക്കണം. നീ അതായത് കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നു. അത് വെള്ളം നമ്മുടെ ഇല്ലേ, നിങ്ങളെന്ത് വിൽക്കുമായിരുന്നു അത്? അഭിയായിക്ക് വിഷമിട്ട് ഇരിക്കാൻ വയ്യാൻ തോന്നുന്നു. നീ നിന്നെ തിന്നോണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നീ ആരാ വായി നോക്കി കൊണ്ടിരിക്കോ? മൊത്തം മൂടാ കുളിക്കാൻ. ആ ഇത് കൊള്ളാം. ഇതെന്നാ സാധനം? ഇതിനെ കാണാൻ രസമില്ല. ഇതെന്ത് ഇത്? കോഴി. എന്തോ അതിന്റെ സാധനം? കടുവ ഓടിയിറങ്ങി. ഇതെന്നെ സാധനം? സ്മൈൽ പ്ലീസ്. ഒന്നും ഇല്ലല്ലോ പോച്ച, അതുകൊണ്ടാ സ്മൈൽ ചെയ്യാത്തത്. സ്മൈൽ പ്ലീസ് മാത്രം മതി. എൻ്റെ കൂടെ വരാം. കങ്കാരു ആണോ? അതിന്റെ ചാട്ടം കണ്ടപ്പോഴേക്കും മനസ്സിലായി. അതിന്റെ നോക്കാം. ചേട്ടൻ വിളിക്കുന്നു. കരടിയാണ് കഴിച്ചത്. നമുക്ക് അങ്ങോട്ട് പോവാൻ എക്സ്ട്രാ പൈസ എടുത്ത് നമുക്ക് മുയലിനെ എടുക്കാൻ പോ. ആട് കരടിയുടെ എന്തോ എന്തോ കരടിയായിരിക്കും. അപ്പുറത്തായിരിക്കും തട്ടി. എൻ്റെ കുഞ്ഞുങ്ങളും എല്ലായിരിക്കും. ഇതെന്നാ സാധനം? കരടിയാണോ? എന്തത്? കരടി. മരത്തിൽ കയറാൻ പോകുന്നതായിരിക്കും. പ്രാക്ടീസ് ഇല്ല. അതിന് വിളിച്ചപ്പാത്ത കളിക്കുന്നു.
ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. ഗോറില്ല ഗൈസ്. അത്രക്കൊന്നും വേണ്ട. അതൊന്നും വേണ്ട. വെനിച്ചമർ പറന്നു പോയി. ശരിയായോ? ഗോൾഡൻ ഫിഷ്. അപ്പോൾ ഗൈസ് നമുക്കിനി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങാൻ പോവാണ് ഗൈസ്. എനിക്കിനി പിടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ടല്ല ഗൈസ് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പേര് വേഗം വാ, വണ്ടി വരുന്നു ഗൈസ്. ഫ്ലൈറ്റ് ഗൈസ് ഗൈസ് നമ്മുടെ മണ്ടേക്കൂടെ ഫ്ലൈറ്റ് ഗൈസ്. ബേർഡ്സിൻ്റെ സംഭവമാണ് ഗൈസ്. ഇവിടെ പക്ഷികളുടെ ഇതാണ് ഗൈസ്. ഈ കിളിയും ആ കിളിയോ നമ്മുടെ കയ്യിലുള്ളായിരുന്നു. മുയല് ഇത് കാണാൻ നല്ല രസമുണ്ട്. വെറൈറ്റി കളർ. ഇതാണ് സനദാസിൻ്റെ കട. സനദാസിൻ്റെ പണ്ട് അതിനകത്ത് മുട്ടയുണ്ട്.
ഷാമ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അവിടുത്തെ പരിപാടി എന്തോന്ന് അറിയത്തില്ല. എവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ബാക്കി കാണാം ഗൈസ്. അവിടെ എന്തുകൊണ്ട് അതൊക്കെ ഇവിടെ മൊത്തം തത്തയാണ് ഗൈസ് ഈ ഭാഗത്ത്. അത് അപ്പുറത്തുണ്ട്. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു കൊണ്ടില്ല. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, ആ ഫൗണ്ടൈനോട് അവിടെ ഒരു ഫൗണ്ടൈൻ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കയറുവാണെങ്കിൽ അവിടുത്തെ വീഡിയോ എടുക്കും. അതെ, നമ്മൾ ഇപ്പോൾ ഓർത്ത് വീട്ടിലോട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ വണ്ടി എഴുതി പ്ലാൻ ചെയ്തു നമ്മളിങ്ങോട്ട് പോകും. ഇനി അടുത്ത് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഗൈസ് നമുക്കിത് അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. എന്തോ കണ്ടപ്പോൾ കഴിക്കാൻ വാങ്ങിക്കാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ കഴിച്ചിട്ട് ഇവിടെ നടക്കാൻ പോകണം. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഗൈസ് നമ്മൾ കഴിക്കാൻ കയറിയേക്കാണ്.